ഇറാന്റെ പരമോന്നത അയത്തുള്ള മുജ്തബ ഖമേനിയുടെ മറ്റൊരു വീഡിയോ കൂടി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാഴ്സ് ന്യൂസ് പുറത്തുവിട്ടു. ഈ മാസം ഇറാനിൽ നടന്ന ഇറാൻ പുറത്തുവിടുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. മതപണ്ഡിതരുമായി പ്രാർത്ഥനയിലും ചർച്ചയിലും ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിലും ഇത് അദ്ദേഹം പരമോന്നത പദവിയിലെത്തുന്നതിന് മുൻപുള്ള പഴയ ദൃശ്യങ്ങളാണ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഖമനേയി ജീവനോടെ ഉണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുക. പ്രത്യേകിച്ചും US പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ മാധ്യമങ്ങളുമൊക്കെ ഖമനേയി മരിച്ചു എന്ന് ആവർത്തിക്കുമ്പോഴാണ് ഈ സുരക്ഷിതത്വം സ്ഥാപിക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, മുജ്തബ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിച്ചു എന്നാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ജീവനോടെ ഉണ്ട് എന്ന് ഇറാൻ പറയുന്നു. ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും എന്താണ് ഈ രണ്ടാമത്തെ വീഡിയോയിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത്? അത് ഒറിജിനൽ വീഡിയോ ആണോ? ഇപ്പോഴുള്ള സമീപകാലത്തുള്ള വീഡിയോ ആണോ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ വാർത്ത ചാനൽ 14ലും ജെറുസലേം പോസ്റ്റിലുമൊക്കെയാണ് വന്നത്. അതായത് മുജ്തബ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ അതീവ ക്രിട്ടിക്കൽ സാഹചര്യത്തിലാണ്, അത് വളരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നത്. ഏതായാലും അവിടെ നിന്നാണ് ഇറാൻ ആദ്യത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തുവിടുന്നത്. ഇതിപ്പോൾ രണ്ടാം തവണ മറ്റൊരു വീഡിയോ വന്നിരിക്കുന്നു. ഇത് മതപണ്ഡിതരും അതുപോലെ വിദ്യാർത്ഥികളുമൊക്കെ ആയുള്ളൊരു സംവാദം എന്ന തരത്തിലുള്ള വീഡിയോ ആണ്. ചിലർക്ക് മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ശബ്ദവും ഇതിൽ ഖമേനിയുടെ ശബ്ദവും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ മുജ്തബ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ആ ശബ്ദം അദ്ദേഹത്തിന് തന്നെയാണ്. പക്ഷേ അവിടെയും ആ ഒരു പ്രധാന ചോദ്യം ഇത് എപ്പോൾ ചിത്രീകരിച്ചതാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാനുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ വീഡിയോ പുറത്തു വരുന്നത്. നേരത്തെ ഒരു സൈനിക ആക്രമണത്തെ തങ്ങൾ ഫലപ്രദമായി ചെറുത്തു എന്ന് ഇറാൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമേരിക്ക തങ്ങൾ വഴിമാറ്റി ഇനി സാമ്പത്തിക ആക്രമണത്തിലേക്ക് എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനും തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അവിടെ ഇല്ല എന്ന ഒരു ആശങ്കയ്ക്ക് വഴിവെക്കേണ്ട എന്ന് കൂടി കരുതിയാണ് ഇത്തരം ഒരു വീഡിയോ പുറത്തുവിട്ടത് എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും ഈ സാമ്പത്തിക ആക്രമണം ഇനി ഏത് തരത്തിലായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു. മാത്രമല്ല സാമ്പത്തികമായ അങ്ങേയറ്റത്തെ തകർച്ചയിലാണ് ഇറാൻ എന്നൊക്കെ അമേരിക്ക പ്രഖ്യാപിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെ നേരത്തെ ഈ മുജ്തബയുടെ അവസ്ഥ എന്തെന്ന് വ്യക്തമല്ല എന്ന തരത്തിൽ പറയുന്നു. അതുപോലെ അമേരിക്കയിലെ പല നേതൃരംഗത്തുള്ള ആളുകളും അദ്ദേഹം അങ്ങേയറ്റത്തെ ഗുരുതരാവസ്ഥയിലാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് തുടരെ രണ്ടാമത്തെ ഒരു വീഡിയോ കൂടി പുറത്തു വരുന്നത്. ഇത് ഈ വരാനിരിക്കുന്ന ഈ അമേരിക്കൻ സാമ്പത്തിക ഉപരോധത്തിൻ്റെ തുടർക്കഥയെ ശക്തമായി ചെറുക്കുമെന്നൊരു സൂചന നൽകാൻ തന്നെയാണ് ഇറാൻ പുറത്തുവിടുന്നത്. പരമോന്നത നേതാവ് നിലവിലുണ്ട്. നേരത്തെ നമുക്കറിയാം മാർച്ച് 8-നാണ് മുജ്തബ ചുമതലയേൽക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തെ തുടർന്നാണ് ഈ പരമോന്നത നേതാവിൻ്റെ പദവിയൊക്കെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഇദ്ദേഹത്തിന് ഗുരുതരമായ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നും അദ്ദേഹത്തിന് ഒരു വികൃതമാകുന്ന തരത്തിലേക്കുള്ള ആക്രമണം ഉണ്ടായി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ പല മാധ്യമങ്ങളിലും വന്നിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്ന് വരുന്നു. നേരത്തെ ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹവുമായി നേരിട്ട് സംവദിക്കാൻ പ്രയാസമുണ്ട്, അദ്ദേഹവുമായി അങ്ങോട്ടേക്ക് എത്താനൊക്കെ ഉള്ളൊരു പ്രയാസമൊക്കെ മസൂദ് പെഷേക്കിയാൻ അന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ചർച്ചകൾ വിപുലമായി വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. അപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവ് ഉണ്ട് എന്നതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് കാര്യങ്ങൾ. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.